വെൽക്കം ബാക്ക് ടു മീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ NCERT അതായത് CBSEയിൽ 8ാം ക്ലാസ്സുകാരുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതാണ് അവരുടെ ടെസ്റ്റ്, പുതിയ ടെസ്റ്റാണ്. ഗണിതപ്രകാശം എന്നാണ് അവരുടെ ടെസ്റ്റിൻ്റെ കേട്ടോ. ടെസ്റ്റിൻ്റെ പേരുണ്ട് ഗണിതപ്രകാശം കേട്ടോ. അതിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഒന്നാമത്തെ പാഠം തന്നെ സ്ക്വയർ, A സ്ക്വയർ ആൻഡ് A ക്യൂബ് എന്നാണ് കേട്ടോ. A സ്ക്വയർ ആൻഡ് A ക്യൂബ്. ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടോ. ഇത് നമ്മൾ ഇത്രയും വായിച്ച് സമയം കളയണ്ട, ഞാനൊന്ന് ഓടിച്ചിട്ടൊന്ന് പറയാം. അതായത് ഒരു രാജ്യത്ത് രത്നമഞ്ജൂരി എന്ന് പറയുന്ന ക്യൂൻ രത്നമഞ്ജൂരി, ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. രത്നമഞ്ജൂരി എന്ന് പറയുന്ന ഒരു ക്യൂൻ്റെ ആജ്ഞി. ഈ രത്നങ്ങളുണ്ടല്ലോ, അവരുടെ സമ്പത്ത്, അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നു. ആരാണ്? ക്യൂനായ രത്നമഞ്ജൂരി എന്ന് പറയുന്ന ഒരു രാജ്ഞി അവരുടെ സ്വത്തുക്കൾ, രാജ്ഞിയല്ലേ അല്ലേ, അപ്പോൾ അവരുടെ സ്വത്തുക്കളെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു വിൽപത്രം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ മരണശേഷം നമ്മുടെ സ്വത്തുക്കൾ ആർക്ക് കൊടുക്കുമെന്നുള്ള അതിനാണ് ഈ വിൽപത്രം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എന്ത് സ്വത്തുക്കളുണ്ടോ, എത്രത്തോളം സ്വത്തുക്കളുണ്ടോ, അത് നമ്മുടെ കാലശേഷം, നമ്മൾ മരണപ്പെട്ടതിന് ശേഷം അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് എഴുതുന്നതിനെയായി വിൽപത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എഴുതിയിരുന്നു. അതിൽ ഈ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പസില് കേട്ടോ, അതെന്തുവാന്ന് താഴോട്ട് പറയുന്നുണ്ട്. ഒരു പസില് കൂടി അതിൻ്റെ കൂടെ എഴുതി വെച്ചിരുന്നു കേട്ടല്ലോ. പസിൽ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പം മകൻ്റെ പേരാണ് കുഞ്ഞുങ്ങളെ, ആ രാജ്ഞിയുടെ മകൻ്റെ പേരാണ് കോയിസ്നം. പേരൊക്കെ വെറൈറ്റിയാണ്. KHOISNAM, കോയിസ്നം എന്ന് പറയുന്നത് ആരാണ്? അവരുടെ മകനാണ്. ഈ മകന് അപ്പം ഈ സ്വത്തുക്കളെല്ലാം ഈ മകൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൂടപ്പിറപ്പുകളും അതുപോലെ തന്നെ റിലേറ്റീവ്സുകളും ഒക്കെ എന്താണ്, ഈ മകനെ ദ്രോഹിക്കും അല്ലേ. കാരണം മൊത്തവും അവനുള്ളത് കൊണ്ട് ഈ റിലേറ്റീവ്സ് എല്ലാം ദ്രോഹിക്കുമെന്ന് നമ്മുടെ ഈ രാജ്ഞിക്ക് അറിയാമായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഈ മകനും കോയിസ്നും 99 റിലേറ്റീവ്സിനെയും കൂടി ഇത് വായിക്കുന്നതിനായിട്ട് എന്ത് ചെയ്തു, ഈ രാജ്ഞി ഇൻവൈറ്റ് ചെയ്തു. ഈ രത്നങ്ങളെല്ലാം മകന് കൊടുക്കണമെന്നായിരുന്നു ഈ രാജ്ഞിയുടെ ആഗ്രഹം. മൊത്തം എൻ്റെ മകന് എന്നെ കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇതെല്ലാം മകന് കൊടുത്താൽ ബാക്കി റിലേറ്റീവ്സ് മകനെ നല്ലപോലെ ശല്യം ചെയ്യുമെന്ന് ആർക്കാ? ഈ രാജ്ഞിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈ പസില് മകൻ സോൾവ് ചെയ്യുമെന്ന് ഈ രാജ്ഞിക്ക് നേരത്തെ അറിയാം. കാരണം ഈ രാജ്ഞി പഠിപ്പിച്ചിട്ടുണ്ട്, മകനെ പസിലുകളൊക്കെ സോൾവ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വിൽപത്രത്തിൽ അവളൊരു കുറിപ്പൂടെ എഴുതി വെച്ചിരുന്നു. ഈ വിൽപത്രവും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു പസിലുണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നറിയോ, ഒരു കുറിപ്പും കൂടി എന്ത് ചെയ്തു, എഴുതി വെച്ചിരുന്നു. ഷീ ലെഫ്റ്റ് ദ ഫോളോയിങ് നോട്ട് ഇൻ ഹെർ വില്ല്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. എന്താന്ന് നോക്കിക്കേ. അതായത് 100 പേരും, അതായത് അടുത്തത് ഈ പറയുന്നത് കേട്ടോ, അതായത് 100 പേരും കൂടി ഒരേ സമയം, ആ മലയാളം അതിൻ്റെയൊക്കെ പറയാമെന്ന് കുഞ്ഞുങ്ങളെ. അപ്പം ഈ തൻ്റെ മകനും, മൊത്തം 100 പേരാണ്, മകനും ബാക്കി 99 റിലേറ്റീവ്സും, ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യുക, 100 പേരും കൂടി ഒരേ സമയം ഈ പസില് 100 പേർക്കൂടെ കൊടുക്കുക. മനസ്സിലായോ? ഈ 100 പേരും ഒരേപോലെ ഇതങ്ങ് സോൾവ് എന്ന് വെച്ചാൽ ഒരു സമയം കൊടുക്കും. ആ സമയത്തിനുള്ളിൽ ഒരേപോലെ അങ്ങ് സോൾവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വത്തുക്കളെല്ലാം ആ ചെയ്യുന്ന അത്രയും 100 പേർക്കും തുല്യമായിട്ടങ്ങ് കൊടുക്കണമെന്നാണ്, ഈക്വലായിട്ട് കൊടുക്കണമെന്നാണ് രാജ്ഞി പറഞ്ഞത്. മനസ്സിലായോ? 100 പേരുണ്ട്, മോനും 99 റിലേറ്റീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ തരുന്ന പസില് ഈ 100 പേരുടെയും കൈ കൊടുക്കുമ്പോൾ അവർ ആ 100 പേരും ഒരേ രീതിയിൽ ഒരുപോലെ ഇത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഷെയർ 100 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണമെന്നാണ് ആ രാജ്ഞി പറഞ്ഞത്. അതല്ല, ഇനി ഞാൻ ഈ കൊടുക്കുന്നതിൽ ആദ്യം ആരാണോ സോൾവ് ചെയ്യുന്നത്, ഈ പസില് ആദ്യം ആരാണോ സോൾവ് ചെയ്യുന്നത് അയാൾക്കാണ് അപ്പം എൻ്റെ ഈ സ്വത്തുക്കളെല്ലാം കൊടുക്കേണ്ടത്. മനസ്സിലായോ? എല്ലാവരും 100 പേരോട് ഒരുമിച്ച് ചെയ്യുമെങ്കിൽ എൻ്റെ സ്വത്ത് എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. അതല്ല, ഫസ്റ്റ് ആരെങ്കിലും ഒരാളാണ് ഇത് ചെയ്യുന്നെങ്കിൽ ആക്കി ഈ സ്വത്തുക്കളെല്ലാം കൊടുക്കണമെന്ന്. ഗുഡ് ലുക്ക് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. മനസ്സിലാക്കണേ. പിന്നെ
അപ്പോൾ മിനിസ്റ്റർ നമ്മുടെ മന്ത്രി 100 പേരെയും കൂടെ എന്ത് ചെയ്തു, 100 അതായത് മകനും ആ 99 റിലേറ്റീവ്സിനെയും കൂടി എന്ത് ചെയ്തു, ആ സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം ഇതിന് പസിൽ തുറന്ന് കണ്ടുപിടിക്കണ്ടേ. അതിന് ഈ 99 പേരും തൻ്റെ മകനും അങ്ങനെ മൊത്തം 100 പേരെയും കൊണ്ട് ആ സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോകുന്നതാണ്. ആ കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുക്കുന്നതാണ്. അതായത് ഓരോരുത്തർക്കും 1 മുതൽ 100 വരെയുള്ള നമ്പർ കൊടുത്തു. ഇനി അങ്ങോട്ടാണ് നോക്കണേ നിങ്ങളെ ഓരോരുത്തരുടെയും കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ദ മിനിസ്റ്റർ എക്സ്പ്ലെയിൻഡ് ഈച്ച് പേഴ്സൺ ഈസ് അസൈൻഡ് എ നമ്പർ ഫ്രം 1 to 100. നോക്കണേ, അതായത് മൊത്തം 100 പേരാണ്. 1 to 100 ആണ്. അതായത് 1 തൻ്റെ മകനാണ്, ബാക്കി 99 പേര് റിലേറ്റീവ്സാണ് കേട്ടോ. ഇത് ആൻസറിൽ എഴുതാൻ ഇത് ഇങ്ങനൊന്നും നിങ്ങൾ ചോദിക്കത്തില്ലെന്ന് അറിയാൻ വേണ്ടി, ഇതിൻ്റെ ആ സ്ക്വയറിലോട്ടൊന്ന് കയറാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഒന്നാമത് നോക്കിയേ, മൊത്തം 100 പേരല്ലേ, മൊത്തം 100 പേരാണ്. അതിൽ 1 പേഴ്സൺ എവരി ലോക്കർ. അതിനകത്ത് നമ്മൾ ഓരോ ലോക്കർ നോക്കൂ നിങ്ങൾ, മൊത്തം എത്ര 100 ലോക്കറുണ്ട്. അപ്പോൾ നമ്മൾ ലോക്കർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്നിങ്ങനെ 100 ലോക്കറുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, മനസ്സിലായോ? ഒന്നാമത്തെ ആൾ, ഫസ്റ്റ് പേഴ്സൺ, ഒന്നാമത്തെ ആൾ പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ മൊത്തം അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റും, പേഴ്സൺ 1 ഓപ്പൺ എവരി ലോക്കർ. ഒരു ഫസ്റ്റ് റൂളാണ്, ഒന്നാമത്തെ ആൾ പോയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ലോക്കറും പോയി തുറന്ന് വെക്കുക. ഒന്നാമത്തെ ആൾ പോയിട്ട് ഒന്നാമത്തെ ഓപ്പൺ ചെയ്തു, രണ്ടാമത്തെ ഓപ്പൺ ചെയ്തു, മൂന്നാമത്തെ ഓപ്പൺ ചെയ്തു, 4, 5 അങ്ങനെ പോയി എന്ത് ചെയ്തെന്നറിയോ, ഫസ്റ്റ് ആളിനെ കയറ്റി വിടുന്നത് ആ സീക്രട്ട് റൂമിലോട്ട് പോയിട്ട് എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചു. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ സെക്കൻഡ് പേഴ്സൺ, രണ്ടാമത്തെ ആൾ പോയിട്ട് പറഞ്ഞ എന്താണെന്നറിയാം, അയാൾക്ക് കൊടുത്തത് പേഴ്സൺ 2 ടോഗിൾസ് എവരി സെക്കൻഡ് ലോക്കർ. രണ്ടാമത്തെ ലോക്കർ പോയിട്ട് തുറക്കാൻ. അപ്പോൾ ഒന്നില്ല, രണ്ടാമത്തെ ലോക്കർ ഇവിടെ ഇത് പോയിട്ട്, അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, പേഴ്സൺ 2 ടോഗിൾസ് എവരി സെക്കൻഡ് ലോക്കർ ക്ലോസസ് ഇറ്റ് ഈഫ് ഇറ്റ് ഈസ് ഓപ്പൺ ഇറ്റ് ഈഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. തുറന്നിരിക്കുകയാണെങ്കിൽ അത് അടയ്ക്കണം, അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തുറക്കണം. രണ്ടാമത്തെ ആൾ പോയിട്ട് നോക്കിയേ, രണ്ടാമത്തത് ഒന്നില്ല, സെക്കൻഡ് പോയിട്ട് ടേബിൾ ഓർത്താൽ മതി നിങ്ങൾ, 2ൻ്റെ ടേബിൾ ഏതൊക്കെയാ, 2, 4, 6, 8, 10, 12 ഇതാണ് 2ൻ്റെ. അപ്പോൾ ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യുക, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യും. ഇവിടെ എല്ലാം ഓപ്പൺ അല്ലേ, അപ്പോൾ എന്താ, ഇത് ക്ലോസ് ചെയ്യുക. തുറന്നിരുന്നത് ഇത് അടച്ചു വെച്ചു, ഇതും അടച്ചു വെച്ചു, ക്ലോസ് എന്നാണ് കേട്ടോ, ക്ലോസ്. തുറന്നിരുന്ന രണ്ടാമത്തെ ആൾ പോയിട്ട് എല്ലാം എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് വെച്ചു. മൂന്നാമത്തെ ആൾ തേർഡ് പേഴ്സൺ ചെന്നിട്ട് 3ൻ്റെ ടേബിൾ എടുക്കുക. അതാണ് പേഴ്സൺ 3 ടോഗിൾസ് എവരി തേർഡ് ലോക്കർ. അത് പറഞ്ഞിരിക്കുന്നത് എന്താ, 3യുടെ ടേബിൾ 3, 6, 9 അങ്ങനല്ലേ. അപ്പം ഇതെന്താ, ഓപ്പൺ ആണ്, അപ്പം എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. 6 ഇതെന്താ, ക്ലോസ് ചെയ്തു, അത് എന്ന് ഓപ്പൺ ചെയ്തു. ഇത് നോക്കിയേ, ഓപ്പൺ ആണ്, ആരും ഒന്നും ചെയ്തിട്ടില്ല, അത് എന്ന് എന്താണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് വെക്കണമെന്ന്. മനസ്സിലായോ? എന്താണോ അവർ ചെയ്തേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. ഇത് നോക്കിയേ, മൂന്നാമത്തത് ഓപ്പൺ ആക്കിയില്ല ആരും, അപ്പോൾ ഇയാൾ എന്ന് ക്ലോസ് ചെയ്തു. പിന്നെ ഏതാ, 3 കഴിഞ്ഞാൽ പിന്നെ 6 ഇത് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു, അത് ഓപ്പൺ ആക്കി. ഇത് ഓപ്പൺ ആയിരുന്നു, ക്ലോസ് ആക്കി. മനസ്സിലായോ? അടുത്ത ഫോർത്ത് പേഴ്സൺ, നാലാമത്തത് 4ൻ്റെ ടേബിൾ, ഒരു 4, 8 അങ്ങനെ അങ്ങോട്ട് 12 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് ക്ലോസ് ആണ്, ഇത് ഓപ്പൺ ആക്കി. 8 ഇത് ക്ലോസ് ആണ്, അപ്പോൾ ഇത് ഓപ്പൺ ആക്കി. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ഫിഫ്ത്തും കൂടെ ചെയ്യാം. ഫിഫ്ത്ത് പേഴ്സൺ, ഫിഫ്ത്ത് ആകുമ്പോൾ 5ൻ്റെ ടേബിൾ നോക്കിയേ, 5ൻ്റെ ഇവിടെ നോക്കിയേ, 5 ഓപ്പൺ ക്ലോസ് ചെയ്തില്ല ആരും, അപ്പം ക്ലോസ്. അത് കഴിഞ്ഞാൽ പിന്നെ 10 നോക്കിയേ, ആരാണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ ഇതിപ്പോൾ 100 വരെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് മനസ്സിലാക്കണേ, നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇതിപ്പോൾ നമുക്ക് 100 പേരുണ്ട്, മനസ്സിലാക്കണേ. ഒരാൾ പോയിട്ട് ഓപ്പൺ ചെയ്തു, 2 ആൾ പോയിട്ട് രണ്ടാമത്തത് ക്ലോസ് ചെയ്തു, മൂന്നാമത്തെ ടേബിള് എന്താണോ ചെയ്തിരിക്കുന്നത്, ടോഗിൾഡ് കേട്ടോ. ടോഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യാം,
ക്ലോസ് ചെയ്യുക, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യുക കേട്ടോ. അവിടെ അതാണ് ഈ ടോഗിൾസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു നോക്കി, ഇങ്ങനെ ചെയ്തു. അപ്പോൾ 6 ആങ്കിൽ എന്താ 7 ആണെങ്കിൽ ഇങ്ങനെ പോവുക. അപ്പോൾ ഇത് 100 വരെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മുടെ കോയിസ്നത്തിന് ഇതെല്ലാം അറിയായിരുന്നു, കാരണം പസില് പഠിച്ചതായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ ഇതിൻ്റെ ഒരു എളുപ്പ വഴി? ഇങ്ങനെ ഓരോന്നും ചെയ്തപ്പോൾ ഇവിടെ നോക്കണം കുഞ്ഞുങ്ങളെ, ഇവിടെ ഒന്നാമത്തത് ഇതിൻ്റെ എല്ലാ ഫാക്ടർ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇതിനൊരു എളുപ്പവഴി ചെയ്യാനുള്ള കാരണം 100 വരെ ഇല്ലേ, 100 വരെ ഉള്ളത് കൊണ്ട് ചെയ്യാനുള്ള എളുപ്പവഴിക്ക് ഇത് ഇത്രയും സംശയമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ കോയിസ്ന് നേരത്തെ എന്താണ് പസില് പഠിച്ചുകൊണ്ട് അവൻ ഇത് പെട്ടെന്ന് മനസ്സിലാവും. അവൻ എങ്ങനെ ഇത് മനസ്സിലായെന്നുള്ളതല്ലേ ഇനി നമ്മുടെ സംശയം അല്ലേ? കാരണം നമുക്കിതിനിങ്ങനെ വന്നാൽ ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ഡൗട്ടാണ്. പക്ഷേ പസില് കോയിസം പഠിച്ചുകൊണ്ട് അവന് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണെന്നറിയാമോ? അതായത് ഇതിൻ്റെ എല്ലാം ഫാക്ടർ എടുത്താൽ മതി കുഞ്ഞുങ്ങളെ, അത് പഠിച്ചതാണ്. അതായത് ഇപ്പോൾ 1ൻ്റെ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ൻ്റെ ഫാക്ടർ 1 ആണ്. മനസ്സിലായോ? ഇപ്പോൾ 2ൻ്റെ ഫാക്ടർ ഏതാണ്? 2ൻ്റെ 1 ഉണ്ട് 2 ഉണ്ട്, അതെല്ലാം ഉള്ളോ. ഇനി 3യുടെ ഫാക്ടർ ഏതൊക്കെയാണ്? 1 ഉണ്ട് 3 ഉണ്ട്. ഫാക്ടർ എന്ന് വെച്ചാൽ എന്തോന്നറിയാവേ കേട്ടോ, എത്ര വട്ടം ഏതിൻ്റെയൊക്കെ ടേബിളിൽ എത്ര വട്ടം വരുമെന്നാ. ഇതൊക്കെ നോക്കിയേ, 2ൻ്റെ ടേബിളിൽ മാത്രമേ ഉള്ളൂ. 1 2 2, 3ൻ്റെ 1 3 3. ഇനി 4 ആണെങ്കിലോ 1 4 4, 2 2 4 4 കണ്ടോ, 4 1 4 ഇങ്ങനെല്ലാം വരത്തില്ലേ. അറിയാമല്ലോ, ഫാക്ടർ അറിയാവേ, ഫാക്ടർ അറിയാവും ഞങ്ങൾ. ഇനി ഞാൻ ചെയ്യണ്ടല്ലോ. ഓക്കെ. അടുത്ത 5 ആണെങ്കിലോ 5 1 5 5 അല്ലേ, 1 5 5 5 1 5. അപ്പോൾ അതും ഇത്രയേ പറ്റത്തുള്ളൂ, 2 വട്ടം അല്ലേ. ഇനി 6 ആണെങ്കിലോ 1 6 6 അല്ലേ, 1 6 6, 2 3 6 അല്ലേ, 3 2 6 6 1 6. അപ്പോൾ ഇത് ഇത്രയല്ലേ അതിൻ്റെ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? 1 2 3 6. ഇപ്പോൾ പിടികിട്ടിയ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. അടുത്ത 7ൻ്റെ 1ഉം 7ഉം മാത്രമേ ഉള്ളൂ 7ൻ്റെ. 8 ആണെങ്കിലോ 1 ഉണ്ട് 2 ഉണ്ട്. സംശയമുണ്ടേ നോക്കണം. 1 8 8 ഉണ്ട്, 2 4 8 ഉണ്ട്, 3ലില്ല 4 2 8 ഉണ്ട്, 8 1 8 ഉണ്ട്. അപ്പം 1 2 4 8. അടുത്ത 9 ആണെങ്കിലോ 1 3 9 ഉണ്ട്, പിന്നെ 9 അല്ലേ, വേറെ ഒന്നിലും വരത്തില്ലല്ലോ. 2ലും 4ലും 5ലും ഓക്കെ. അടുത്ത 10 ആണെങ്കിലോ 1 5 2 ഉണ്ട്, 1 2 5 10 കേട്ടോ. ഇങ്ങനെ ഫാക്ടേഴ്സ്. ഇതിന് സംശയമുണ്ടോ ഫാക്ടേഴ്സ്? അപ്പോൾ ഇങ്ങനെ നോക്കി, ഇങ്ങനെ നമ്മൾ 100 വരെ ഉള്ള ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും എഴുതിയതാ. ഫാക്ടർ കണ്ടു. അപ്പോൾ നമ്മുടെ കോയിസണിനറിയാം ഈ തന്നിരിക്കുന്ന നമ്പറുകൾ ഓഡ് നമ്പറുകളാണെങ്കിൽ അത് ഓപ്പൺ ആണ്, ഈവൺ നമ്പർ ആണെങ്കിൽ ഇത് ക്ലോസ് ആണെന്ന് അവന് നേരത്തെ പസിൽ. ഇതിപ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ മോഡലിലെ കണക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ ആയിരിക്കും. നോക്കൂ നിങ്ങളെ, ഇവിടെ 1 1 വെച്ചാൽ എന്താ? ഓടല്ലേ. അപ്പോൾ അത് ഓഡ് നമ്പർ ഓപ്പൺ ആണ്. ഇപ്പം പിടി കിട്ടിയോ? ഇവിടെ നോക്കിയേ, 1 2 2 വെച്ചാൽ എന്താ? ഈവൻ. ഈ ലാസ്റ്റ് വരുന്നതല്ലേ, മൊത്തം എണ്ണിയ ഈവൻ എന്ന് വെച്ചാൽ എന്താണ്? ക്ലോസ് ആണ്. ഇപ്പം പിടി കിട്ടിയോ? ഇനി 1 2 2 വെച്ചാൽ എന്താ? ഈ എണ്ണമാണ് എടുക്കേണ്ടത്. 1 2 ഈവൻ ആണെങ്കിൽ ക്ലോസ് ആണ്. മനസ്സിലായോ? ഇനി 1 2 3 എന്ന് പറയുന്നത് എന്താ? ഓടാണെങ്കിൽ ഓപ്പൺ ആണ്. ഇവിടെ ഓക്കെ 1 2 ഈവൻ ആണെങ്കിൽ എന്താ? ഈവൻ ആണെങ്കിൽ ക്ലോസ് ആണ്. അങ്ങനെ ഇവർ ഇങ്ങനെ എടുക്കാണ്ട് ഇങ്ങനെ 10 വരെ 1 2 3 4 എന്ന് പറയുന്നത് എന്താ? ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ എന്താണ്? ക്ലോസ് ആണ്. മനസ്സിലായോ? അങ്ങനെ എന്താ പെട്ടെന്ന് ഇപ്പം നമ്മളോട് പറയുക മൊത്തം 100 എണ്ണം ആയതുകൊണ്ട് നമ്മളിപ്പം 70 എന്ന് പറയുന്ന നമ്പറിൽ അത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? 70ൻ്റെ ഫാക്ടർ കാണുക. മനസ്സിലായോ? 70 എന്ന് പറയുന്നത് എന്താ? 70 ആണ്. പിന്നെ 2 35 70 അല്ലേ. 3ൻ്റെ ടേബിളിൽ വരുമോ? 3 ഇല്ല ഇല്ലേ. 70 3ൻ്റെ ടേബിളിൽ വരുമോ? 3 അല്ല 2 3 6 ശിഷ്ടം 10 ഇല്ല. മനസ്സിലായോ? പിന്നെ 4ൻ്റെ ഉണ്ടോ 5ൻ്റെ ഉണ്ടോ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം? എണ്ണം എടുക്കണം. മൊത്തം എത്ര എണ്ണത്തിൽ വരുന്നുണ്ടോ? മനസ്സിലായോ? 2 35 പിന്നെ എത്ര? 35 നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വരും. ഏതൊക്കെയാണ്? 70 ആണെങ്കിൽ നമ്മൾ 1 ഉണ്ട് 2 ഉണ്ട് 5 ഉണ്ട് 7 ഉണ്ട്
10 ഉണ്ട്, 14 ഉണ്ട്. 10 വന്നു, 10 വന്നാൽ പിന്നെ തിരിഞ്ഞു പോയിക്കോണം കേട്ടോ. 14 ഉണ്ട്, 35 ഉണ്ട്, 70 ഉണ്ട് അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8. 8 എന്ന് പറയുന്നത് എന്താ? 8 ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ? അത് ക്ലോസ് ആണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കണം കേട്ടല്ലോ. അപ്പോൾ കോയ്സൺ ഇത് നേരത്തെ പഠിച്ചുകൊണ്ട് അവൻ ഇത് പെട്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ പിടികിട്ടിയോ? ഇതിനകത്തിൽ ഓപ്പൺ ഏതാ ക്ലോസ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെ? അതായത് നമ്പർ എടുക്കുക, അതിൻ്റെ ഫാക്ടർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ എണ്ണം 1 2 3 4 5 6 7 8. 8 എന്ന് പറയുന്നത് ഇവനാണ്. അപ്പോൾ ക്ലോസ് ആണ്. ഓക്കെ ആണോ അത്രയും? അപ്പം നമ്മളിങ്ങനെ 70 ആയാലും 80 ആയാലും ഇങ്ങനെ മാറ്റിയിട്ട് ചെയ്യുമ്പം എണ്ണം എടുക്കുക. ആ എണ്ണം എടുക്കുമ്പോൾ നമുക്കറിയാം അത് ക്ലോസ് ആണോ ഓപ്പൺ ആകുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ 1 മുതൽ 10 വരെ എടുത്തതിൽ, നമ്മളിപ്പോൾ 100 വരെ എടുത്തില്ല, 10 വരെ എടുത്തതിൽ ഇവിടെ നോക്കിയേ ഓപ്പൺ വന്നിരിക്കുന്നു. നോക്കിയേ 1 ഓപ്പൺ ആയിരുന്നു, പിന്നെ വന്നത് നോക്കിയേ 1, പിന്നെ വന്നിരുന്നത് 4 ഓപ്പൺ ആയത്. മനസ്സിലായോ? പിന്നെ ഓപ്പൺ ആയി വന്നിരിക്കുന്ന നോക്കിയേ 9 ഓപ്പൺ ആയിരിക്കുന്നത്. 1 4 9 അങ്ങനെ നോക്കിയേ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ? നമ്മുടെ കോയ്സൺസ് അറിയായിരുന്നു അല്ലേ? കോയ്സൺ അറിയാം. പക്ഷെ നമുക്ക് നോക്കിയേ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായി. ഇവിടെയൊക്കെ 1 4 9 ഇതൊക്കെ എന്തുവാണെന്നറിയാമോ? ഇതൊക്കെ സ്ക്വയർ നമ്പറുകളാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. ഇതൊക്കെ ഈ ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇത് താപ്പോട്ട് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട്, നിങ്ങൾക്ക് സമയമുണ്ടല്ലോ നിങ്ങളെ, നമ്മളിത് ഒറ്റ ലിങ്കിൽ തീർക്കാൻ വേണ്ടിയാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്കുള്ള സമാധാനത്തെ ഇരുന്ന് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ മൊത്തം നമ്പർ എണ്ണുക. അപ്പോൾ ഇവനാണോ ഓടാണോ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം 6 ആണെങ്കിൽ 6 ഏതിൻ്റെയൊക്കെ ടേബിളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അത് എണ്ണി നോക്കുക. എണ്ണുമ്പോൾ ഓട് ഇവനും അറിയാവേ. ഓടെന്ന് വെച്ചാൽ ഓട് നമ്പർ എന്ന് വെച്ചാൽ എന്താ? ഒറ്റ സംഖ്യ. ഏതൊക്കെയാ? 1 3 5 7 9 കേട്ടോ. ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ഏതൊക്കെയാ? 2 4 6 8 അറിയാമല്ലോ. അപ്പം ഇവനാണോ ഓടാനോ നോക്കുക. ഇപ്പം നമുക്ക് 10 എണ്ണം എഴുതിയതിൽ നിന്നും എന്ത് മനസ്സിലായി? 1 4 9 ഇതെന്താണെന്നറിയോ? ഇതിനെയാണ് കറക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോയ്സൺസിന് അറിയായിരുന്നു കേട്ടോ. കോയ്സണ് അറിയായിരുന്നു എന്താ? ഇതെല്ലാം സ്ക്വയർ നമ്പറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ ഈ സ്ക്വയർ നമ്പർ അല്ലേ? നമ്മുടെ ടെസ്റ്റിൽ അടുത്ത് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ നമ്പേഴ്സ് എന്നാവും നിങ്ങളെ. അതായത് നമ്മുടെ ടെസ്റ്റിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതാകുമ്പോൾ മനസ്സിലാവില്ല. നോക്കിക്കേ, ഈ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വശവും ഒരുപോലെയാണ്. ഇപ്പം ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കണം, ഇവിടെ 5 ആയിരിക്കണം, ഇവിടെയും 5 ആയിരിക്കണം. അതിനെയല്ലേ നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? സ്ക്വയർ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? എന്താ നിങ്ങളെ സ്ക്വയർ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നോക്കി 1ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 1ൻ്റെ സ്ക്വയർ അതായത് 1 2 വെട്ടം ഉണ്ട്. മനസ്സിലായോ? 1ൻ്റെ സ്ക്വയർ 1 × 1 1. ഇപ്പം 2ൻ്റെ സ്ക്വയർ അതായത് 2 വെട്ടം ഉണ്ട്. 4 3ൻ്റെ സ്ക്വയർ എന്താ? 3 2 വെട്ടം ഉണ്ട്. 3 × 3 9 കണ്ടോ? 1 4 9 കണ്ടോ? മുമ്പ് നമ്മൾ അത് ഓപ്പൺ ചെയ്തത് 1 4 9 മനസ്സിലായോ? ഓപ്പൺ ചെയ്തത് 1 4 9. അപ്പോൾ അടുത്തത് ഏതിലായിരിക്കും? ഒന്ന് നോക്കിക്കേ, 4ൻ്റെ സ്ക്വയറിലായിരിക്കും. ഏതാ? 4 × 4 16 അടുത്ത ഓപ്പൺ വരുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? അടുത്തത് അതുവരെ ഇവനായിരിക്കും. ഇവൻ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സംഖ്യയുടെ ഫാക്ടർ കാണുക, എന്നിട്ട് നമ്പറുകൾ കൂട്ടി, ആ തന്നിരിക്കുന്ന നമ്പർ അല്ല എണ്ണമാണ് 1 2 ആ എണ്ണം കൂട്ടി നോക്കുമ്പോൾ ഇവനാണോ ഓടാണോ നോക്കുക. അപ്പോൾ നമുക്ക് 1ന് ഓപ്പൺ ആയിരുന്നു, 4ന് ഓപ്പൺ ആയിരുന്നു, 9ന് ഓപ്പൺ ആയിരുന്നു. അടുത്ത് നമ്മൾ എഴുതാഞ്ഞുകൊണ്ട് അടുത്ത 16ന് ഓപ്പൺ ആയിരിക്കും. അത് ബാക്കിയുള്ള എല്ലാം ഇവൻ നമ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെയാവും നിങ്ങളെ സ്ക്വയർ നമ്പറുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വൈ ആർ ദ 1 4 9 16 അല്ലേ? 1 1 4 9 16 ആർ കാൾഡ് സ്ക്വയേഴ്സ് ആണോ? അന്ന് എന്താ? വി നോ ദാറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയർ ഇൻ എ സ്ക്വയേഴ്സ് ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സൈഡ്. അതിൻ്റെ സൈഡുകളുടെ നോക്കി നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 ആയിരിക്കും. അതുകൊണ്ടല്ലേ അതിനെ സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. അപ്പം സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് സ്ക്വയർ ഓർമ്മയുണ്ടോ? ഏരിയ ഓഫ് സ്ക്വയർ അതായത് ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് അല്ലേ? എത്രയായിരിക്കും ഏരിയ ഓഫ് സ്ക്വയർ? സൈഡ് ഇൻറ്റു സൈഡ് ആയിരിക്കും. സൈഡ് ഇൻറ്റു സൈഡ് ഇത്രയേ ഉള്ളൂ. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സൈഡ് സ്ക്വയർ അല്ലേ? അത് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. അതിന് ഇപ്പോൾ ഇത്രയും ഇത് ഉദ്ദേശിക്കേണ്ടാവും നിങ്ങൾ. അതിന് നിങ്ങളുടെ പേജിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ 2.5ൻ്റെ നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് സ്ക്വയർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സൈഡാണ്, ഒരു വശം
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഒരു സ്ക്വയർ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെയും 2.5 ഇവിടെയും 2.5 ഇവിടെയും 2.5 ഇവിടെയും 2.5. ഇതാണ് സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 2.5 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ 10.0 കിട്ടും. ഇതായിരിക്കും ഇവിടുത്തെ പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചത് ചുറ്റളവ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ? അപ്പോൾ എന്താ 2.5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ഇൻറ്റു 2.5. ഈ പോയിന്റ് വരുന്നത് ചെയ്യാനൊന്ന് പഠിച്ചു വെച്ചേക്കട്ടെ കുഞ്ഞുങ്ങളെ. ഈ പോയിന്റിനെ അങ്ങ് എടുത്ത് കളയണേ. 25 ഇൻറ്റു 25 ചെയ്താൽ മതി. 25 ഇൻറ്റു 25 5 ഇൻറ്റു 5 25 ശിഷ്ടം 2 2 5 10 2 12 2 5 10 ശിഷ്ടം 1 2 2 4 1 5 5 2 6 625. പോയിന്റ് എവിടെ കൊടുക്കുന്നതെന്ന് നോക്കണേ. അതെ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം വന്നു, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം വന്നു. അപ്പം 2 എണ്ണം വന്നു. അപ്പം 2 സ്ഥാനം മാറ്റി കുത്തിയിടണം കേട്ടോ. 2 എണ്ണം വന്നുകൊണ്ട് 2 സ്ഥാനം. ഈ പോയിന്റിൻ്റെ കണക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അതായത് ഇവിടെ 2.5 സ്ക്വയർ എന്താണെന്ന് ടെസ്റ്റിൽ കിടപ്പുണ്ട്. 2.5 ഇൻറ്റു 2.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റിനെ മാറ്റിയിട്ട് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടോ, 2 എണ്ണമാണെങ്കിൽ 2 സ്ഥാനം മാറ്റി കുത്തിടുക. ഇനി 3 എണ്ണമാണെങ്കിൽ 3 സ്ഥാനം മാറ്റി കുത്തിയിടണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിൽ അതുപോലെ ഒരെണ്ണം പറയുന്നുണ്ട്. എന്നിട്ട് 3/5 എൻ്റെ ഹോൾ സ്ക്വയർ എത്രയാണ്? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ഐഡൻറ്റിറ്റിയിലോട്ടൊക്കെ മാറ്റപ്പോട്ടെ. 3/5. അപ്പം നമ്മൾ എഴുതണം 3/5 2 വട്ടം ഉണ്ടെന്ന്. 3/5 എന്ന് വെച്ചാൽ അത് 2 വട്ടം ഉണ്ടെന്ന് അല്ലേ? മേളി 2 അല്ലേ? അപ്പോൾ 2 വട്ടം. 3 ഇൻറ്റു 3 6 എന്ന് എഴുതി വെക്കല്ലേ, 9 5 ഇൻറ്റു 5 25. കണ്ടോ? ഇതൊക്കെ നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കണക്കാണ്. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനന്ന് സ്പീഡിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. മനസ്സിലാക്കണേ. ലോക്കർ തുറന്നതിനെക്കുറിച്ചും ലോക്കർ തുറന്നുണ്ട്. ആ ലോക്കർ തുറക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സ്ക്വയർ നമ്പർ കണ്ടുപിടിച്ച്, കാരണം ഇത് ആ പയ്യൻ അറിയായിരുന്നു, സ്ക്വയർ നമ്പർ അറിയാവുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങളാണെങ്കിൽ പേജ് നമ്പർ ഇതിനകത്തിൽ സ്ക്വയർ നമ്പറുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. പെർഫെക്റ്റ് സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1. ഇത് ഞാൻ പെൻസിൽ വെച്ച് എഴുതിയ ടെസ്റ്റിൽ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, 10ൻ്റെ സ്ക്വയർ 100. അങ്ങനെ 30 വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഞാൻ പേന വെച്ച് ടെസ്റ്റിൽ എഴുതരുത്, അതുകൊണ്ട് പെൻസിൽ വെച്ചാണ് എഴുതിയത് കേട്ടോ. ഒന്ന് നോക്കി എഴുതിക്കോണേ. കാണാൻ പറ്റുമല്ലോ. അതായത് 144, 169, 196, 225, 256, 289, 324, 361, 400 400, 484, 529, 576, 625, 676, 729, 784, 841, 900. അപ്പോൾ ഇതാണ്. ഇതിനകത്തുള്ളൊരു ക്ലൂ പഠിക്കാനുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി അങ്ങ് പോവുകയാണ്. അതായത് നമ്മുടെ ഈ തന്നിരിക്കുന്ന സ്ക്വയറിൽ കേട്ടോ, പെർഫെക്റ്റ് സ്ക്വയറിൽ എന്താ പറഞ്ഞില്ലേ, ലാസ്റ്റ് നമ്പർ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ 1 വരുന്നതെല്ലാം കേട്ടോ, ലാസ്റ്റിൽ 1, അതായത് യൂണിറ്റ് നമ്പറിൽ യൂണിറ്റ് പ്ലേസിൽ 1 വരുന്നതല്ല എന്താ 11. അതിൻ്റെ ലാസ്റ്റിൽ ഇപ്പോൾ 11, 21, 31, 41 അങ്ങനെ വരുന്നതിൻ്റെ എല്ലാം ആൻസറിൻ്റെയും ലാസ്റ്റിൽ 1 ആയിരിക്കും. കേട്ടോണേ, ക്ലൂ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നിങ്ങളെപ്പോൾ നിങ്ങളോടിപ്പം 871 എന്ന് പറയുന്നതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നമ്മളോട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് 1 വന്നാൽ നിങ്ങൾ ഏതിൻ്റെയും സ്ക്വയർ നോക്കുമ്പോൾ 21, 31, 41 ഇട്ട് മാത്രം ചെയ്തു നോക്കിയാൽ അത് വേറെ ഒരു സംഖ്യ വെച്ചും ചെയ്യണ്ട. കാരണം ലാസ്റ്റിൽ 1 വന്നത്. മനസ്സിലാക്കണേ. ഇനി പിന്നെ 0 വരികയാണെങ്കിൽ 0 അവിടെ നിൽക്കട്ടെ. അതിനുമ്പോൾ 4 നോക്കിയേ, ലാസ്റ്റിൽ 4 വരുന്നത് തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ 1ൻ്റെ സ്ഥാനം 1s 10s 100 എന്നല്ലേ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് 1സിൻ്റെ പ്ലേസിൽ അല്ലെ യൂണിറ്റ് പ്ലേസിൽ 2 ആണെങ്കിൽ മനസ്സിലായോ, 12, 22, 32, 42 എന്ന് 2 2 2 പറയുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ആൻസറിലാണ് 4 വരുന്നത് കേട്ടോ, 4 വരുന്നത്. ഇനി
5 വരുന്നത് നമുക്കറിയാം ഏതാ 5 5 15 25 35 45 ഒക്കെ അവസാനം എന്തായിരിക്കും 5 ആയിരിക്കും. ഈ ക്ലൂ പഠിക്കാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ 6 വരണമെന്നുണ്ടെങ്കിൽ 6 16 26 36 46 ഒക്കെ സ്ക്വയർ ആണെങ്കിൽ ആൻസറിൻ്റെ യൂണിറ്റ് പ്ലേസിലും 6 തന്നെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ 9 വരുന്നതെങ്കിൽ 9 7 ആയിരിക്കും കേട്ടോ. 7 17 27 37 ഇങ്ങനെയുള്ള 7 വരണമെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ യൂണിറ്റ് പ്ലേസിലും 7 തന്നെ ആയിരിക്കും, 9 തന്നെ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നോക്കി 7ൻ്റെ സ്ക്വയർ 49, 17ൻ്റെ സ്ക്വയർ 289, 27ൻ്റെ ആണെങ്കിൽ 729 കണ്ടോ. ലാസ്റ്റിലെല്ലാം 9 വന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. 0 1 4 5 6 9 ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. 0 1 4 5 6 9 മനസ്സിലായോ. ഇത് ഇത്രയും വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് എളുപ്പം പറയാൻ പറ്റും. ഇപ്പം എന്താ 361 എന്ന് പറയാം. 1 ലാസ്റ്റ് വന്നില്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിച്ചോണം എന്താ നോക്കിയേ 1ൻ്റെതുണ്ടോ എന്ന് ഫസ്റ്റിൽ നോക്കണം. ഇത് ചിലപ്പോൾ ആകാം ചിലപ്പോൾ ആകാതിരിക്കാമെന്നും കൂടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ എന്നാലും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇപ്പം 361 പെട്ടെന്ന് നമ്മൾ 11 11ൻ്റെയും 21 നോക്കിയേ. 11ൻ്റെ 121, 21ൻ്റെ 421, അപ്പം 361. അപ്പം ഇതിൻ്റെ ഇടയിലാണ് അല്ലേ, ഇടയിൽ ഏതോ ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്താ 19ൻ്റെ സ്ക്വയർ. അതങ്ങനെ ചിലപ്പോൾ ആകാം ചിലപ്പോൾ ആകാതിരിക്കാവുന്നതുണ്ട് കേട്ടോ. മനസ്സിലാക്കണേ. 1 കേട്ടോ, യൂണിറ്റ് പ്ലേസിൽ 1 വരുന്നത്. അപ്പം ഏതിൻ്റെയൊക്കെ ആണെന്നൊന്ന് ഓർത്തൊക്കെ വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. 1 0 1 4 5 6 9. ഇനി നിങ്ങൾക്ക് തരുന്ന നമ്പറിൻ്റെ ഇപ്പം ഈ പറഞ്ഞ യൂണിറ്റ് പ്ലേസ് നമുക്കിപ്പം നോക്കി 784. അപ്പോൾ ലാസ്റ്റ് 4 വന്നെങ്കിൽ നിങ്ങൾ ഓർത്തോണം എന്താ അത് എൻ്റെ 28 38 48 8 വല്ലതും ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. 8ൻ്റെ ലാസ്റ്റ് യൂണിറ്റ് പ്ലേസ് അല്ലെ വൺസിൻ്റെ അവിടെ 8 വെച്ച് വല്ലതും ചെയ്ത് നോക്കുക കേട്ടോ. ഇനി പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത കുറേ നമ്പറുണ്ട്. 2 3 8 7 2 3 7 8 2 3 7 8 ഈ നമ്പറുകളൊന്നും എന്താണെന്നറിയോ ഈ പെർഫെക്റ്റ് സ്ക്വയറിൽ വരത്തില്ല. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. 2 3 7 8 ഇത് ഇത്രയും പെർഫെക്റ്റ് സ്ക്വയറിനകത്തിൽ വരത്തില്ല. നിങ്ങൾ നോക്കി എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടില്ല കേട്ടോ. 0 1 4 0 1 4 5 6 9 2 4 ഈ 6 നമ്പറുകളാണ് ഈ പെർഫെക്റ്റ് സ്ക്വയറിൽ കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ കുറേ കണക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇനി പെർഫെക്റ്റ് സ്ക്വയർ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഓഡ് നമ്പർ എന്താ നിങ്ങൾ ആ ചോദ്യം ഒന്ന് നോക്കണേ. പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഓഡ് നമ്പർ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാ ഇവിടെ. എന്നാലും നോക്കിക്കോ ഓഡ് നമ്പർ ഏതൊക്കെയാണ് നിങ്ങളെ. 1 3 5 7 9 11 ഇതാണ് ഓഡ് നമ്പർ അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റിലെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ഓഡ് നമ്പറാണ്. ഇനി പെർഫെക്റ്റ് ക്യൂബ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ എടുത്ത് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് സ്ക്വയറിനെ കുറിച്ചാണ്. പെർഫെക്റ്റ് സ്ക്വയർ ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കിക്കേ. 1 നല്ലപോലെ പഠിക്കണേ. ഇനി 1ഉം 3യും കൂടി കൂട്ടുക എത്ര 4. ഇനി അടുത്ത ഏതാ ആ 1ഉം 3യും അടുത്ത ഏതാ 5ഉം കൂടി കൂട്ടുക. അപ്പം എത്ര 9. അടുത്ത 1ഉം 3യും 5ഉം 7ഉം കൂടെ കൂട്ടുക. അപ്പം എത്ര 16. 1ഉം 3യും 5ഉം 7ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ അതായത് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറുകൾ തങ്ങളിൽ കൂട്ടുക. അപ്പോൾ എത്ര 25. മനസ്സിലായോ. ഇവിടെ നോക്കിയോ നിങ്ങളെ 1 2 3 4 5 5ൻ്റെ സ്ക്വയർ എത്ര 25. ഇത് പല രീതിയിലും നമുക്ക് ചിന്തിക്കാം. മനസ്സിലാക്കണേ. ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ 1 അല്ലേ. 1ൻ്റെ സ്ക്വയർ 1. ഇനി അടുത്തടുത്ത ആദ്യത്തെ 2 ഓഡ് നമ്പർ 1ഉം 3ഉം കൂടെ കൂട്ടിയപ്പോൾ എത്ര 4. 4 എന്ന് പറയുന്നത് എന്താ 2ൻ്റെ സ്ക്വയർ അല്ലേ. 2 അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അടുത്ത 1 2 3 3ൻ്റെ സ്ക്വയർ 9. 1 2 3 4 എത്ര 4ൻ്റെ സ്ക്വയർ 16. മനസ്സിലായോ. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ 10 എണ്ണം എഴുതിയെന്ന് വെച്ചു. 1 2 3 4 5 6 7 8 9 10 10ൻ്റെ സ്ക്വയർ അപ്പോൾ എത്ര 100. ഇപ്പോൾ പിടികിട്ടിയോ.
മനസ്സിലായോ നിങ്ങളെ? ഓഡ് നമ്പറുകൾ, പെർഫെക്റ്റ് സ്ക്വയർ ഓഡ് നമ്പറുകളുടെ ഒരു എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ ക്യൂബുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇത് ഇത്രയും ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ, മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി അതിലും ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കണ്ടേ, ഇപ്പം ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 1 അല്ലേ, രണ്ടാമത്തത് 4 -1 എന്ന് പറഞ്ഞാൽ എന്താ? 4 1 നമ്മളിപ്പോൾ കണ്ടാണ്ട് ഈ ഇപ്പം കിട്ടിയില്ലേ പെർഫെക്റ്റ് സ്ക്വയർ? 1 4 9 16 25 നമുക്ക് കിട്ടിയില്ലേ? ഈ കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയറുകളൊന്ന് മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പം നോക്കിയേ, 4 നിന്ന് 1 പോയാൽ 1. അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ എത്ര? 9 അല്ലേ? 9 നിന്ന് അതിൻ്റെ തൊട്ട് മുകളിലത്തെ പെർഫെക്റ്റ് സ്ക്വയറായ 4 കുറച്ചാൽ എത്ര? 5. അതൊരു എന്താ ഓഡ് നമ്പർ അല്ലേ കിട്ടിയത്? ഇതൊക്കെ ഓഡ് നമ്പർ അല്ലേ കിട്ടിയത്? മനസ്സിലാക്കണേ. 4 നിന്ന് അവിടെ ആൻസർ എഴുതിയില്ല, 3. അടുത്ത 5 ആണല്ലോ കിട്ടിയേ. ഇനി അടുത്ത 4 9 കഴിഞ്ഞാൽ അടുത്ത ഏതാ? 16. 16ൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളെ? 7 അല്ലേ? 16 കഴിഞ്ഞാൽ അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ 25 ആണ്. 25 നിന്ന് അതിൻ്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന 16 കുറച്ചാൽ എത്ര? 9. കണ്ടോ? അപ്പോൾ ഓഡ് നമ്പറുകളും എന്താ ഈ സ്ക്വയർ നമ്പറും തമ്മിൽ ബന്ധം കണ്ടോ? വല്ലോ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 4 9 16 25 ഇങ്ങനെ പോകുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയർ. എന്തായി പെർഫെക്റ്റ് സ്ക്വയർ? 1ൻ്റെ സ്ക്വയറാണ് 1, 2ൻ്റെ സ്ക്വയറാണ് 4, 3ൻ്റെ സ്ക്വയറാണ് 9, 4ൻ്റെ സ്ക്വയറാണ് 16, 5ൻ്റെ സ്ക്വയറാണ് 25. മനസ്സിലായോ നിങ്ങളെ? അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന സംഖ്യ ഇപ്പം 4 നിന്ന് 1 കുറച്ചാൽ 3, 9 നിന്ന് 4 കുറച്ചാൽ 5, 16 നിന്ന് 9 കുറച്ചാൽ 7, 25 നിന്ന് 16 കുറച്ചാൽ 9. കണ്ടോ? 1 3 5 7 എന്ന് പറഞ്ഞിങ്ങനെ എന്താ ഓഡ് നമ്പറിലോട്ട് മാറുമെന്ന് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് പറയും നിങ്ങളെ. നമുക്ക് എന്തായാലും ഒരു ചാപ്റ്റർ ഒറ്റ ക്ലാസ്സിലൊന്നും തീരത്തില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞതാണ്. ഇതിനകത്തിൽ ഒരുപാട് കണക്കുകളുണ്ട്. നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.